ചികിത്സയ്ക്കായി നായ്ക്കളെ ഉപയോഗിച്ച ഒരു ഡോക്ടറുണ്ട്. അദ്ദേഹം ചില്ലറക്കാരനൊന്നുമല്ല. ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ഫ്രോയിഡാണ് നായ്ക്കളെ ചികിത്സയ്ക്കായി ലോകചരിത്രത്തിൽ ആദ്യമായി ഉപയോഗിച്ചത്. 100 വർഷം മുമ്പാണ്. അദ്ദേഹത്തെ കാണാൻ ഒരുപാട് മനോരോഗികൾ വരുമായിരുന്നു. ബന്ധുക്കളാണ് അവരെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവർ കാത്തിരിക്കുമല്ലോ ഡോക്ടറെ കാണാൻ. ആ ഇടവേളകളിൽ ഇദ്ദേഹം പരിശീലനം നൽകിയ കുറേ നായ്ക്കളുണ്ട്. അവരെ വിടും. അവർ ഈ രോഗിയുമായിട്ട് കളിക്കുകയും, അതായത് ഈ പട്ടിയുടെ സ്പർശനവും അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ മനോരോഗികൾക്ക് അപ്പോൾ തന്നെ ഒരുപാട് ശാന്തത തോന്നുകയും മനസ്സിന് ഉല്ലാസം തോന്നുകയൊക്കെ ചെയ്യും. അതിനുശേഷമായിരിക്കും ഈ ഡോക്ടറെ കാണുന്നത്, അതായത് ഫ്രോയിഡിനെ കാണുന്നത്. അപ്പോൾ ഡോക്ടർക്ക് കൃത്യമായി തന്നെ ഇവരുടെ രോഗം അനലൈസ് ചെയ്യാൻ കഴിയുകയും മരുന്ന് കൊടുക്കുകയൊക്കെ ചെയ്യും. യഥാർത്ഥത്തിൽ ഈ ചികിത്സയുടെ ആദ്യം എന്ന് പറയുന്നത് ഈ നായ്ക്കൾ എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതം. പക്ഷേ ഇന്ന് പല പാശ്ചാത്യ രാജ്യങ്ങളിലും നായ്ക്കളെ പലവിധങ്ങളായ രൂപത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ഈ ചികിത്സയ്ക്ക്. അത് മനഃശാസ്ത്രം മാത്രമല്ല, അല്ലാതെ തന്നെ മറ്റ് മേഖലകളിലും പ്രോസ്റ്റേറ്റ് ക്യാൻസർ കണ്ടുപിടിക്കാൻ, അതായത് അവരുടെ മൂത്രം മണപ്പിച്ച് ഈ പട്ടി പറയും. ഇതിന് പറയും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചില കുരയ്ക്കും. അതുപോലെ തന്നെ ഈ ശരീരത്തിലെ ചില മുഴകളെ മണപ്പിച്ചുകൊണ്ട് അതിന് ക്യാൻസർ ഉണ്ടോ എന്നൊക്കെ ഈ പട്ടിക്ക് മനസ്സിലാക്കാൻ കഴിയും. നായകൾക്ക് അത് കുരയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലാക്കാം അതിലെന്തോ അസ്വാഭാവികത ഉണ്ടെന്ന്. അങ്ങനെ പിന്നെ വിദഗ്ധ ചികിത്സയ്ക്കായി ആ രോഗിയെ മാറ്റുന്ന അവസ്ഥ ഇന്ന് ആധുനിക ചികിത്സാ രംഗത്തുണ്ട്. യഥാർത്ഥത്തിൽ ഈ നായ ശരിക്കും ഭാവിയിൽ ഒരു ഡോക്ടർ തന്നെ ആവും, മൃഗ ഡോക്ടർ എന്ന് പറഞ്ഞാൽ മൃഗത്തിനെ ചികിത്സിക്കുന്ന ഡോക്ടറല്ല, മനുഷ്യനെ ചികിത്സിക്കുന്ന മൃഗ ഡോക്ടർ. ആ രീതിയിലേക്ക് മാറുമെന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്.